മാളികപ്പുറത്തിനു ശേഷം കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ചരിത്രം സിനിമയാക്കുകയാണ് അഭിലാഷ് പിള്ള എന്ന സംവിധായകൻ. മാളികപ്പുറം എന്ന വമ്പൻ ഹിറ്റ് ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ ശ്രദ്ധ ആകർഷിച്ചതാണ് അഭിലാഷ് പിള്ള. മലയാളിക്ക് മറനാടുകളിൽ അഭിമാനം നൽകിയ ചിത്രമായിരുന്നു മാളികപ്പുറം. ഇനി ബാവലിപ്പുഴയും ഓടപ്പൂവും വൈശാഖ മഹോത്സവവും മലയാളിക്ക് സിനിമയിലൂടെ ഭക്തി തുളുമ്പുന്ന അനുഭവമാകും. കാന്താര മാതൃകയിലാകും സിനിമ നിർമ്മിക്കുക എന്നാണ് അഭിലാഷ് പിള്ള അറിയിച്ചിരിക്കുന്നത്. അതിനുള്ള ശക്തിയും സാഹചര്യവും ഒക്കെ ദൈവം നൽകുകയാണെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് അത്തരത്തിലൊരു ചിത്രം സമ്മാനിക്കുമെന്ന് അഭിലാഷ് പറയുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് കൊട്ടിയൂർ അമ്പലത്തിൽ തുടർച്ചയായി ദർശനം നടത്തുകയും ചെയ്തു. ഈ അനുഭവവും അഭിലാഷ് പിള്ളയ്ക്ക് കരുത്തേക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ദക്ഷിണകാശി എന്നാണ് കൊട്ടിയൂർ ക്ഷേത്രം അറിയപ്പെടുന്നത്. ബാവലിപ്പുഴയുടെ അക്കരയും ഇക്കരയും സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എന്നത് പുണ്യമായാണ് ഭക്തർ കാണുന്നത്. വർഷത്തിലെ 28-ാം ദിവസം മാത്രമാണ് അക്കരെ കൊട്ടിയൂരിലേക്ക് മഹാദേവനെ ദർശിക്കാൻ വിശ്വാസികൾക്ക് അനുവാദമുള്ളത്. അവിടുത്തെ പൂജകൾ, ആചാരങ്ങൾ ഇതൊക്കെ മറ്റൊരു ക്ഷേത്രത്തിലും നടത്തി വരുന്നില്ല എന്നതും കൊട്ടിയൂർ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകമാണ്. ഇന്ത്യയിൽ താടി പ്രസാദമായി ലഭിക്കുന്ന ഏക ക്ഷേത്രമാണ് അക്കരെ കൊട്ടിയൂർ. കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിന് എത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക് താടി രൂപത്തിലുള്ള ഓണപ്പൂവ് പ്രസാദമായി ലഭിക്കും. ഈ താടിപ്പൂവിനെ ഐശ്വര്യത്തിന്റെ പ്രതീകമായാണ് കണക്കാക്കുന്നത്. വീടുകളിലും വാഹനങ്ങളിലും ഇത് ഐശ്വര്യത്തിനായി തൂക്കിയിടുന്നു. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ബാവലിപ്പുഴയുടെ തീരത്തുള്ള കൊട്ടിയൂർ ക്ഷേത്രം ആചാരത്തിലെ സവിശേഷതകളോട് ശ്രദ്ധ ആകർഷിക്കുന്ന തീർത്ഥാടന കേന്ദ്രമാണ്. യാഗകർമ്മിയായ മുനിയുടെ താടി എന്ന സങ്കല്പം വെച്ച് പ്രസാദം നൽകുന്ന ഏക ദേവസ്ഥാനമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞല്ലോ. ഉത്സവകാലത്ത് മാത്രം പ്രവേശനമുള്ള വനമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അക്കരെ കൊട്ടിയൂരിൽ സ്വയംഭൂവ് എന്ന് സങ്കല്പിക്കുന്ന ശിവലിംഗമാണ് ആരാധനാ കേന്ദ്രം. ക്ഷേത്ര സങ്കല്പത്തിനും ക്ഷേത്ര ആരാധനയ്ക്കും വളരെ സവിശേഷമായ ഒരു മാനം കൈവരുത്താൻ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് സാധിക്കുന്നു. ഐശ്വര്യത്തിന്റെ പ്രതീകമായി ഭൃഗുമുനിയുടെ താടി എന്ന് സങ്കല്പിച്ച് ഭക്തന്മാർ ഓടപ്പ് കൊണ്ടുപോവുകയും അത് വീടുകളിൽ തൂക്കിയിടുകയും ചെയ്യുന്നത് ദക്ഷയാഗത്തിന്റെ സ്മരണകളുമായാണ്. പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് ഒരു വിശ്വാസം. ഒരു വൈശാഖ നാളിലാണ് ദക്ഷൻ യാഗം നടത്തിയത് എന്നാണ് ഐതിഹ്യം. ദക്ഷ പ്രജാപതി മഹായാഗത്തിന് സ്വന്തം പുത്രിയായ സതീദേവിയെയും ഭർത്താവായ മഹാദേവനെയും ഒഴിവാക്കി മറ്റു ദേവന്മാരെയും പ്രവാണിമാരെയും ഒക്കെ ക്ഷണിച്ചു. എന്നാൽ സതീദേവി യാഗം കാണാൻ ഒരുപാട് ആഗ്രഹിച്ചു. പിതാവ് തന്നെ അപമാനിക്കുമെന്നും അതിനാൽ യാഗത്തിന് പോകരുത് എന്നും മഹാദേവൻ പറഞ്ഞുവെങ്കിലും സതീദേവി അത് കേട്ടില്ല. ഒടുക്കം യാഗത്തിന് പങ്കെടുക്കാൻ ശിവൻ പത്നിക്ക് അനുവാദം നൽകി. ഒപ്പം കൂട്ടിനായി ശിവഭൂതങ്ങളെ അയക്കുകയും ചെയ്തു. എന്നാൽ യാഗശാലയിൽ പ്രവേശിച്ച ഉടനെ മഹാദേവനോടുള്ള വിരോധത്താൽ ദക്ഷൻ സതീദേവിയെ അവഹേളിച്ചു. അപമാനിതയായ സതീദേവി സ്വന്തം യോഗശക്തിയാൽ ഉണ്ടാക്കിയ അഗ്നിയിൽ ജീവത്യാഗം ചെയ്തു. ദേവിയുടെ വിയോഗത്തിൽ കോപിഷ്ഠനായ ശിവൻ തന്റെ ജട പിടിച്ച് നിലത്തടിക്കുകയും അതിൽ നിന്ന് വീരഭദ്രൻ എന്ന മൂർത്തിയെ സൃഷ്ടിച്ച് ദക്ഷയാഗം മുടക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വീരഭദ്രൻ പരമശിവന്റെ ആജ്ഞ സ്വീകരിച്ച് യാഗശാലയിൽ കയറി യാഗം മുടക്കുകയും ദക്ഷപ്രജാപതിയുടെ ശിരസ്സറുത്ത് ഹോമകുണ്ടത്തിൽ എറിയുകയും ചെയ്തു. യാഗത്തിന്റെ യജ്ഞാചാര്യനായ ഭൃഗുമുനിയുടെ താടി വലിച്ചു പറിച്ചെടുത്ത് ഇന്നത്തെ തിരുവഞ്ചിറയിലേക്ക് എറിഞ്ഞു എന്നാണ് സങ്കല്പം. എന്നാൽ മുനിയുടെ താടി പതിച്ചിടങ്ങളിലെല്ലാം വെളുത്ത പൂക്കൾ വിരിഞ്ഞു എന്നാണ് സങ്കല്പം. വേറൊരിടത്തും ഓടപ്പൂവ് എന്ന പേരിൽ ഇത്തരമൊരു പ്രസാദവും നിലവിലില്ല. പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതാണ് വൈശാഖ മഹോത്സവം. എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവം കഴിഞ്ഞ് പെരുമഴക്കാലത്താണ് ഇത്തരമൊരു മഹോത്സവം ആചാര അനുഷ്ഠാനങ്ങളോടെ ഇവിടെ നടക്കുന്നത്. മലബാറിന്റെ മഹോത്സവമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. കൊട്ടിയൂരിലെ പുണ്യനദിയായ ബാവലിപ്പുഴയുടെ അക്കരയും ഇക്കരയുമായി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. തെക്കു ഭാഗത്തുള്ള ഇക്കരെ കൊട്ടിയൂരിൽ സ്ഥിരം ക്ഷേത്രമുണ്ട്. വടക്കു ഭാഗത്തുള്ള അക്കരെ കൊട്ടിയൂരിൽ ഈ ഉത്സവകാലത്ത് വൈശാഖ ഉത്സവകാലത്ത് മാത്രമായിട്ടാണ് ക്ഷേത്രം കെട്ടിയുണ്ടാക്കുന്നത്. ഉത്സവ സമയത്ത് ഇക്കരെ കൊട്ടിയൂരിൽ പൂജകൾ ഉണ്ടാവില്ല. പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ആരാധനാ രീതികൾ തന്നെയാണ് കൊട്ടിയൂരിന്റെ പ്രത്യേകത. എന്തായാലും ശബരിമലയിൽ മാളികപ്പുറവും ഒക്കെ ഭക്തർക്ക് വലിയ രീതിയിൽ അനുഭവവേദ്യമാക്കിയ അഭിലാഷ് പിള്ള ഇനിയിപ്പോൾ കൊട്ടിയൂരിൻ്റെ കഥ, ചരിത്രം സിനിമയിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് കാണാൻ കാത്തിരിക്കുക തന്നെയാണ്. അഭിലാഷ് പിള്ളയെ ഇഷ്ടപ്പെടുന്ന, അഭിലാഷ് പിള്ളയുടെ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന, അതിലേറെ കൊട്ടിയൂരിനെ കുറിച്ചുള്ള ചരിത്രങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആൾക്കാർ ആ ചിത്രം കാണാനായി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.